സുഹൃത്തുക്കളെ, ഞാനൊരു സ്വിഗ്ഗി റൈഡറാണ്, പ്ലസ് ഒരു നേഴ്സുമാണ്. അപ്പോൾ പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ടും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോലിയാണ് സ്വിഗ്ഗിയുടെ. സൊമാറ്റോയും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ സ്വിഗ്ഗിയെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് സ്വിഗ്ഗി ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കും പിന്നെ സ്വിഗ്ഗി ഓടുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇന്ന് വീഡിയോ പറയാൻ പോണത്, ഇവിടെ ഈ സൈഡിൽ ഹീറോ എന്ന് എഴുതിയേക്കുന്നുണ്ടോ? അപ്പം ഞാനിത് ഹീറോ, എൻ്റെ ഈ ബേസിക് പ്രൊഫൈൽ ഹീറോ ആയതുകൊണ്ടാണ് ഹീറോ എന്ന് എഴുതിയേക്കുന്നത്. അത് കഴിഞ്ഞ് സ്റ്റാറുണ്ട്, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അവിടെ ഞാൻ പ്രസ് ചെയ്തപ്പോഴത്തേനും ഇവിടെ ഹീറോ എന്ന് പറഞ്ഞു, ദിസ് വീക്ക് യു ആർ എ ഹീറോ. ഈ ആഴ്ച നിങ്ങളൊരു ഹീറോയാണ്. അപ്പം ഇതിൻ്റെ അകത്തൊരു 4 സെക്ഷൻസ് ഉണ്ട്. ഹീറോ കാണിച്ചു തരാം. ഇത് ഹീറോ, സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ, ഇങ്ങനെ 4 സെക്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കമ്പനി വർക്ക് ചെയ്യുവാണെങ്കിൽ, ഏത് കമ്പനി വർക്ക് ചെയ്താലും നമ്മൾ ഒരു മാസം സാലറി അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ചെയ്താലും ഇൻഷുറൻസ് കിട്ടണം നിർബന്ധമില്ല. എല്ലായിടത്തും ഇൻഷുറൻസ് ഇല്ലതാനും. ഇത് സ്വിഗ്ഗിയുടെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, സ്വിഗ്ഗി അത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പം ഈ ഇത് കണ്ടോ, ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആദ്യമേ ഇൻഷുറൻസിനെ പറ്റി പറയുവാണെങ്കിൽ, ഇൻഷുറൻസ് 1-ാം തീയതി സ്വിഗ്ഗി ഓടിയാൽ 7-ാം തീയതി വരെ ആ ഇൻഷുറൻസ് വാലിഡാണ് കേട്ടോ. 2 ലക്ഷം രൂപ വരെ ഹീറോ എന്ന സെക്ഷനിൽ ഇൻഷുറൻസ് ഉണ്ട്. ഹീറോ മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഇൻഷുറൻസ് കവറാണ്. ഇൻഷുറൻസ് കവറുണ്ട്. പിന്നെ ബുക്ക് 3 സ്ലോട്ട്സ് ഇൻ അഡ്വാൻസ്, 3 ദിവസം മുമ്പ് നമുക്ക് ഷിഫ്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് നാളെ ഓടണമെങ്കിൽ, അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ് 3 ദിവസം വരെ, നാളത്തെ കഴിഞ്ഞോ അതിൻ്റെ പിറ്റേ ദിവസമോ, ആ ദിവസം ഷിഫ്റ്റ് ഏത് ഷിഫ്റ്റാണോ നമുക്ക് ഓടേണ്ടതെന്ന് വെച്ചാൽ ആ ഷിഫ്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് കാണിച്ചു തരാം. ഈ ഹീറോ ഈ ആഴ്ച ഹീറോ ആയതുകൊണ്ട് ഇതിനുള്ള ബെനിഫിറ്റ്സ് കാണിച്ചു തരാം എന്നാന്നുള്ളത്. ഇതാണ് ഹീറോയുടെ ബെനിഫിറ്റ്സ്. ഓക്കെ. ഹീറോയുടെ ബെനിഫിറ്റ്സ്, നമുക്ക് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതുപോലെ 3 ദിവസത്തെ ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ പേഴ്സണൽ ലോണൊക്കെ കിട്ടും. ഇങ്ങനെ ഇത്രയും ബെനിഫിറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ ആപ്പ് എടുത്ത് നോക്കിയാൽ മതി. പിന്നെ ആർക്കെങ്കിലും സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം, അതുപോലെ ഫോൺ നമ്പർ എനിക്ക് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക. അതും അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ബാക്ക് അടിച്ചിട്ട് ഇനി ഇതിൽ എഴുതിക്കുന്നുണ്ടോ, ഓൾ സെറ്റ് ടു ബിക്കം എ സ്റ്റാർ. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ദിവസവും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റാർ എന്ന ഓപ്ഷനിലോട്ട് നമ്മൾ മാറും. അതായത് ഈ സ്റ്റാർ എന്ന ഓപ്ഷൻ. ഓക്കെ. ഈ സ്റ്റാർ എന്ന ഓപ്ഷനിൽ മാറുമ്പം നമുക്ക് ഇൻഷുറൻസ് ഇതിൻ്റെ മേക്കാലും കൂടുതൽ ഇൻഷുറൻസ് നമുക്ക് ഈ സ്റ്റാർ എന്ന ഓപ്ഷനിൽ നമുക്ക് കിട്ടും. അത് എത്രയെന്ന് എനിക്കറിയില്ല. അത് വരുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ഇടാം. ഓക്കെ. ഇപ്പം ഞാൻ ഹീറോയാണ്. പിന്നെ ഈ ഹീറോയുടെ ഓൾ സെറ്റ് ടു ബിക്കം എ സ്റ്റാർ, അതായത് നിങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ട് സ്റ്റാർ ആകാൻ. ഇവിടെ കണ്ടോ, 2 days ലെഫ്റ്റ് എന്നുണ്ട്. ഈ 2 days കൂടെ ഈ ലോഗിൻ നമ്മൾ 2 ദിവസം കൂടെ ലോഗിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റാർ എന്ന ആ ഒരു കാറ്റഗറിയിലോട്ട് മാറും. അപ്പോൾ ഈ ലോഗിൻ ടാർഗറ്റ് കംപ്ലീറ്റ് എന്നുണ്ടോ, അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ താഴെ പെർഫോമൻസ് സമ്മറി, നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തു. അപ്പോൾ ഈ മാസത്തെ കലണ്ടർ, ഇത് മെയ് മാസമാണേ. മെയ് മാസത്തെ കലണ്ടറാണ്, മെയ് 2026 കലണ്ടറാണിത്. അപ്പം ഇത് കണ്ടോ, നമ്മൾ ഓടിയ ദിവസങ്ങളാണ്. ശനിയാഴ്ച 7 മണിക്കൂർ ഓടി, സൺഡേ 7 മണിക്കൂർ ഓടി, 8 മണിക്കൂർ. അപ്പോൾ നമ്മൾ അവധിയുള്ള ദിവസങ്ങളൊക്കെ ഓടുന്നതാണ്. ഇത് അവധി ദിവസങ്ങളിൽ, ഓഫ് എടുക്കുന്ന ദിവസങ്ങളിലും രാത്രിയിലൊക്കെ ഓടുന്നതാണ്. 6 hour, 9 hour, 8 hour, 25, 24, 25, 26. ഓക്കെ. ഇപ്പം ഇങ്ങനെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ. സോറി കേട്ടോ, ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഡേറ്റിനെന്തോ വ്യത്യാസം ഉണ്ടെന്നാണ്. ഇത് അവേഴ്സ് കറക്റ്റാണ്, പക്ഷേ ഇത് ഈ മാസത്തിൻ്റെ വേറെ ഏതോ മാസത്തെയാണ് കാണിക്കുന്നത്. ഇത് എക്സാമ്പിളാന്ന് തോന്നുന്നു. ഓക്കെ. എനിവേ, അപ്പം ഇത് നോ ലോഗിൻ ലെസ് ദാൻ 4 hour, അതായത് ഇൻറ്റു ഇട്ടേക്കുന്നത് ഞാൻ നോ ലോഗിൻ ആണ്, ലെസ് ദാൻ 4 hour ആണ്. പിന്നെ മോർ ദാൻ 4 hour. ഓക്കെ. ഈ കളറ് കണ്ടല്ലോ. അപ്പം ഇതാണ് പെർഫോമൻസ് സമ്മറി. പിന്നെ ലോഗിൻ ടാർഗറ്റ്സ്. ഇനി നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഓർഡർ ടാർഗറ്റ്സ് കംപ്ലീറ്റ്.
അതായത് 143 ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ. അവർ പറയുന്ന ആ ഒരു പീരിയഡിൽ 99% അക്സെപ്റ്റൻസ് റേറ്റ് ഉണ്ട്. താഴോട്ട് നമ്മുടെ ആ കാറ്റഗറി കണ്ടോ, ഹീറോ, സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ. അപ്പം ഇതിൽ ഹീറോയ്ക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. സ്റ്റാറിന് 90% അക്സെപ്റ്റൻസ് വേണം. അതായത് നമ്മളൊരു ഓർഡർ അടിച്ചു, ആ ഓർഡർ അടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മളത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം റിജക്റ്റ് ചെയ്യുക, ഓക്കെ. രണ്ടാമതും മൂന്നാമതും റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വ്യത്യാസങ്ങൾ വരും. 4 പ്രാവശ്യം നമ്മൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ലോഗിൻ ഓഫായി പോകും. നമ്മൾ ലോഗിൻ ചെയ്തേക്കുന്നത് ഓഫ്, അവർ കട്ട് ചെയ്യും, പിറ്റേ ദിവസം പിന്നെ ഓൺ ആവുള്ളൂ. അങ്ങനെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം ഹീറോ ഇതിങ്ങനെ ലോഗിൻ ആൻഡ് സ്റ്റാർട്ട് ഡെലിവറിങ് ഓർഡേഴ്സ്, നമ്മൾ അകത്ത് ലോഗിൻ ചെയ്ത് കയറിയിട്ട് ഇത് ഡെലിവർ ചെയ്താൽ മതി. ബേസിക്കാണ്. അപ്പം ഞാൻ ഹീറോ ആയിരുന്നു. ഇനിയിപ്പോൾ സ്റ്റാറിലോട്ട് 2 ദിവസം കഴിയുമ്പോൾ കടക്കും. അന്നേരം ഞാൻ വീഡിയോ ഇടാവേ, അല്ലാതെ അത് വരത്തില്ല. പിന്നെ സ്റ്റാറിൽ നിന്ന് 25 ഓർഡർ എടുക്കണം, 90% അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ സൂപ്പർ സ്റ്റാറിന് 93, മെഗാ സ്റ്റാറിന്. അപ്പം നമ്മളിങ്ങനെ മേളിലോട്ട് കയറും തോറും നമുക്ക് ഓർഡർ കിട്ടാനുള്ളതും കൂടിയ ഓർഡറും ഉള്ള നല്ല നല്ല ഒത്തിരി സ്വിഗ്ഗി നമുക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ഓരോ കാറ്റഗറിയിലും നമ്മൾ മാറുമ്പം നമുക്ക് ഫ്ലോട്ടിംഗ് ക്യാഷ് ഉണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഫ്ലോട്ടിംഗ് ക്യാഷ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടോ, ഈ ഫ്ലോട്ടിംഗ് ക്യാഷ് എൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1570 രൂപ എൻ്റെ ലിമിറ്റ്, എനിക്ക് ലിമിറ്റ് ഉള്ളത് അത്ര വരെയുള്ളൂ. അതിന് മേളിലോട്ട് പോകാൻ പാടില്ലെന്നാണ്. അപ്പോൾ 663 രൂപ എനിക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ക്യാഷായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ക്യാഷായിട്ട് വാങ്ങിച്ചിട്ട് സ്വിഗ്ഗിയിലോട്ട് GPay വഴിയോ അല്ലെങ്കിൽ അതിനുള്ള ഷോപ്സ് ഉണ്ട്, ആ ഷോപ്പ് വഴിയോ നമ്മൾ അയച്ചു കൊടുക്കണമെന്ന്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്, വേറൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് സ്വിഗ്ഗിയുടെ ആപ്പിൻ്റെ കാര്യങ്ങൾ. മെയിനായിട്ട് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, ഈ ഹീറോ. ഓക്കെ, ഹീറോ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ സംശയം ഉണ്ടെങ്കിലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലോ നിങ്ങൾ എൻ്റെ അടുത്ത് മെയിൽ അയയ്ക്കുക, വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് സ്വിഗ്ഗി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, പിന്നെ സ്ഥലം, ഈ 3 കാര്യങ്ങളും അപ്പം ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുമ്പം ആ സ്വിഗ്ഗിക്കാരൻ നിങ്ങളെ വിളിക്കും. ഇത് നിങ്ങൾ എൻ്റെ മെയിലിലോട്ട് അയയ്ക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.